So once again, good morning everyone. On behalf of Department of IT, I welcome you all to the webinar series on careers and skills in IT. Today we are conducting the third webinar in this series, which is titled as Young Entrepreneurs, Challenges and Goals, Early Dreams from Here. Today we have with us Mr. Bibi Chacko and Adil Shah. So we are also expecting Anupi Umman to join soon. Mr. Bibi Chacko is the Chief Operating Officer of House Labs Private Limited, and Mr. Adil is the CEO, Chief Executive Officer of House Labs Private Limited. Mr. Bibi Chacko, Mr. Adil Shah, and Mr. Anupi Umman are the alumni of Department of Information Technology 2015-19 batch. In fact, the first KTU batch. So this webinar is about their dream of starting a company, their early day struggles, and how they incorporated their company successfully. So I welcome both Bibi and Adil to this webinar. I also welcome all the participants to this session. A few things to be noted for the participants. So the participants can raise their query in the chat box and it will be answered after the webinar. Also, a link for the feedback form will be provided in the chat box. So upon submitting the link, upon submitting the form, you will be getting your certificates in your email. So over to Bibi for the session. Thank you, sir. Thank you very much. So I hope my audio is clear. So if you have any issues with audio, please do comment in the group chat. Sir, is my audio clear? Yes, yes. Fine, thank you. So good morning all. Okay, I think it's better to talk in a native language Malayalam. Okay, എല്ലാവരോടും സുഖമാണെന്ന് ചോദിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്ന് അറിയാല്ലേ, കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സുഖമാണെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്നറിയാം. സോ പക്ഷെ ഇതും പാസ് ചെയ്യും. ഒന്നില്ലെങ്കിലും നമ്മൾ മലയാളികളാണെന്ന് നമുക്ക് അഹങ്കരിക്കാം. അതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഓവർകം ചെയ്ത് നമ്മൾ തിരിച്ചു വരും. സോ ജോം സാർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ എൻ്റെ പേര് ബിബി എന്നാണ്. ഞാൻ ഫോസ് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഈ ഒരു സെഷനിൽ വെച്ച് ഷെയർ ചെയ്യുന്നത് എങ്ങനെ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അതും കോളേജ് ഡേയ്സിൽ തന്നെ. എന്താണ് കോളേജ് ഡേയ്സിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ്, എങ്ങനെ അത് ടേക്ക് ഫോർവേഡ് ചെയ്യണം. സോ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു സെഷനിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓഫ്കോഴ്സ് പിന്നെ എൻ്റെ എഞ്ചിനീയറിംഗ് ലൈഫും എങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നെ ഒരു ഓൺടർപ്രണർ ആയിട്ടും മോൾഡ് ചെയ്തു, എങ്ങനെ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിച്ചു എന്നൊരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തരുന്നത്. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരലായിട്ട് ഗ്രൂപ്പ് ചാറ്റിൽ തന്നെ ഇടാം. സോ പറ്റുവാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ആൻസർ ചെയ്ത് നമുക്ക് സെഷൻ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ അപ്പം ഓക്കെ, ഇപ്പം കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പം എല്ലാവരും കോളേജിലൊക്കെ കണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കണ്ടായിരുന്നു. ഫ്രഷേഴ്സ് വരുന്നതായിരുന്നു, സീനിയേഴ്സ് ഫ്രഷേഴ്സിനെ പോയി റാഗ് ചെയ്യുക, അങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്ന ടൈമാണ്. ഇതുപോലൊരു ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണ്, ഒരു 4 വർഷം മുമ്പ് ഒരു ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ അമൽ ജ്യോതി കോളേജിൽ ജോയിൻ ചെയ്ത് എൻ്റെ ബിടെക് എന്നൊരു സ്വപ്നത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്നത്. ഞാനൊരു ഭയങ്കര ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥി അല്ലായിരുന്നു, ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്യാൻ നേരം എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ചോദിച്ചു, ഇത് ബിടെക് ആണ്, നിന്റെ ബുദ്ധിക്കൊക്കെ ഇത് പറ്റുമോ, ഇതൊക്കെ വല്ല ബുദ്ധിയുള്ള പിള്ളേർ ചെയ്യേണ്ട പരിപാടിയല്ലേ എന്നൊരു കമന്റ് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് കേട്ടു. പക്ഷേ നമുക്ക് അന്നേരം വലിയതായിട്ട് ചിന്തിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് എടുത്ത് ചെയ്തു. അപ്പം കുഴപ്പമില്ലാത്ത മാർക്കുള്ളതുകൊണ്ട് അമൽ ജ്യോതി എന്ന ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാൻ പറ്റി. ബട്ട് ലൈക്ക് ചുമ്മാ കുറച്ച് ഒരു ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുമെന്നതിനപ്പുറം പ്രൊജക്ട്സ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനോ വലിയ സ്കിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ.
സോ എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എസ്പെഷ്യലി ഷിജു സാർ, നമ്മുടെ HOD ആയ ഷിജു സാർ ആണ് കുറെ ഹെൽപ്പ് ചെയ്തത്. സോ ഞാൻ എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 കമ്പനി ഫോഴ്സ് ലാബ്സ് ഒരു കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 2019 ബട്ട് ഒരു വർഷം മുമ്പ് ഞാൻ ബാഡ് ബ്രെയിൻസ് എന്നൊരു സ്റ്റാർട്ടപ്പ് നമ്മുടെ അമൽജ്യോതി കോളേജിന്റെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷനിൽ 2018 തന്നെ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അന്ന് കമ്പനി ഇൻകോർപ്പറേറ്റഡ് അല്ലായിരുന്നു, കമ്പനി ഇൻകോർപ്പറേഷൻ ആക്ട് വെച്ച് ഇൻകോർപ്പറേറ്റഡ് ആയിരുന്നു, പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. സോ 2018 ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് തുടങ്ങി. സോ ഇതിന്റെ ഒരു ഐഡിയേഷൻ ആക്ച്വലി വന്നത് ഞങ്ങളുടെ വെരി ഫസ്റ്റ് ഇയറിലാണ്. ഫസ്റ്റ് ഇയറിൽ ഒരു ഫസ്റ്റ് സെം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ലൈക്ക് ഈ ഫസ്റ്റ് ഒരു ക്ലാസ്സിലൊക്കെ വന്നപ്പം ഭയങ്കര ആവേശമായിരുന്നു. അന്ന് HOD ആയിരുന്ന സന്ധ്യ മിസ് എന്താണ് IT ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ കമ്പനീസ് ആണ് IT പ്ലേസ്മെന്റിൽ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പം വളരെയധികം ത്രില്ഡായിരുന്നു ഞാൻ. സോ അങ്ങനെ നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി നല്ല സാലറി ഒക്കെ മേടിച്ചിരിക്കണം എന്നൊരു ആശയമായിരുന്നു. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി കുഴപ്പമില്ലാതൊക്കെ പഠിച്ച് മുന്നോട്ട് പോയി. സോ പിന്നീട് കുറെ അധികം യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഓൺടർപ്രണർഷിപ്പ് എന്നൊരു ഇത് എങ്ങനെ എൻ്റെ ഒരു തലയിലോട്ട് കയറി വന്നു. അപ്പം അതിന്റെ ഓൺടർഷിപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ കണ്ടു. അപ്പം ഓക്കെ, ഓൺടർപ്രണർഷിപ്പ് ചെയ്താൽ കുറെ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളായിരിക്കും നമ്മുടെ ബോസ്, വേറെ ആരും നമ്മുടെ മോളിൽ കാണത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് പ്ലേ ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കി സെൽ ചെയ്യാം. സോ അങ്ങനെ ഒരു ആരും നമ്മുടെ മണ്ടയിൽ അല്ലെങ്കിൽ ലൈക്ക് നമ്മളെ റൂൾ ചെയ്യാതെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം എന്നൊരു ആശയത്തിനുള്ളതാണ് ഞാൻ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്തായാലും ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു, അപ്പം ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരിക്കലും സിംഗിൾ ആയിട്ട് ഇത് ചെയ്യാൻ പോകരുത്. യു നീഡ് എ ടീം. സോ ജോം സാർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരാണ് ഫോഴ്സ് ലാബ്സിന്റെ ഡയറക്ടേഴ്സ്, മിസ്റ്റർ ആദിൽ, അനൂപ്. ഇവർ ആക്ച്വലി ഒരു മീറ്റിംഗിന് പോയെന്നുണ്ടെന്ന് ഇപ്പം ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. മൈറ്റ് ബി ദേ വിൽ ജോയിൻ ഇൻ ദ മിഡ് ഓഫ് സെഷൻ. സോ ഫസ്റ്റ് അപ്പം ഞാൻ ക്ലാസ്സിൽ നോക്കി ആരോട് കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അഫ്കോഴ്സ് നമുക്കൊരു ടെൻഡൻസി വേണം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ലവറായിട്ടൊക്കെ ചേർന്ന ഒരു കമ്പനി തുടങ്ങണം. പക്ഷെ ഞാൻ പറയട്ടെ, ഏറ്റവും മണ്ടത്തരമാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചും ലവറായിട്ടൊക്കെ. നമ്മളൊരു ടീം കമ്പോസ് ചെയ്യുമ്പോൾ ആ ടീമിൽ വേണ്ടത് നമ്മുടെ സെയിം മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നോൺ നെസസറിലി ആ ഒരു ഓൺടർപ്രണർഷിപ്പിൽ ഒരു സെയിം മൈൻഡ് സെറ്റ് കാണില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഓപ്റ്റ് ആയിട്ടുള്ള ഒരു 2 പേരെ കണ്ടു. മിസ്റ്റർ അനൂപ് അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയൊരു ടെക് ഗുജിയായിരുന്നു. എന്ത് ടെക്കിനെ പറ്റി അറിയാം, എല്ലാ പ്രോഗ്രാംസും വളരെ ചെറിയ ടൈം കോംപ്ലക്സിറ്റിയിലൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ജീനിയസ് ആയിരുന്നു അനൂപ്. അറൌണ്ട് 8th സ്റ്റാൻഡേർഡിൽ തന്നെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളായിരുന്നു അനൂപ്. അപ്പം അനൂപ് എന്നൊരു ആളിലപ്പം എൻ്റെ ഒരു കണ്ണ് ഉടക്കി. അനൂപിനെ എടുത്ത കുറെ അധികം പുള്ളി സോൾവ് ചെയ്യുകയും നല്ലൊരു ടീം ആകും. ഓക്കെ, പിന്നീട് എനിക്ക് കുറച്ചുകൂടെ മാനേജ്മെന്റ് സ്കില്ലില് ബെറ്റർ ആയിട്ട് ഒരാളെ വേണം. അപ്പം അങ്ങനെയാണ് ഞാൻ ആദിൽ എന്ന എൻ്റെ വേറൊരു ക്ലാസ്മേറ്റിൽ ഇത് ചെയ്തത്. സോ അപ്പം ഒരു ടീം കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ, ഒരു ടീം നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നെസസറി ആകണമെന്നില്ലായിരിക്കും നിങ്ങളുടെ ഒരു ടീമിലെ പാർട്ണർ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസിന് കൂടുതൽ സജഷൻ തരുന്നത്. അങ്ങനെ ഒരു ഓൺടർപ്രണർഷിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ വേണം. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പേ കാണത്തില്ലാതായി പോകും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വെച്ചാൽ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയാസ് പുട്ട് ഓൺ ചെയ്യുമ്പോൾ അതിൽ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അവർ പോയിന്റ് ഔട്ട് ചെയ്യണം.
സോ അത് അങ്ങനെയുള്ളൊരു ടീമാണ് ഏറ്റവും ഒരു ബെറ്റർ. അപ്പം ടീം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് റോൾസ് അസൈൻ ചെയ്യണം. ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ച്. ഇപ്പം ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്ത പോലെ അനൂപ് എന്നൊരു ടെക് സാവി ഉള്ളതുകൊണ്ട് CTO, ചീഫ് ടെക്നിക്കൽ ഓഫീസർ എന്നൊരു പൊസിഷൻ അനൂപിലോട്ട് അസൈൻ ചെയ്തു. ഓക്കെ, മിസ്റ്റർ ആദിൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്കിൽ ഉള്ളതായതുകൊണ്ട് ആദിലിനെ ചീഫ് CEO ആക്കി അപ്പോയിന്റ് ചെയ്തു. അപ്പം എന്നിട്ട് CEO ഓപ്പറേഷൻസിന്റെ ഒരു പൊസിഷൻ ഞാനും ഏറ്റെടുത്ത് തുടങ്ങി. ഓക്കെ, പിന്നീട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ടീമിൽ നമ്മൾ ഫസ്റ്റ് ഒരു ടീമിലെ മെമ്പേഴ്സിനെ സെറ്റ് ചെയ്ത് അവർക്ക് റോൾസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് ഡെലിഗേഷൻ ഓഫ് വർക്ക് ആണ്. ഒരു പ്രൊജക്ട്സ് വന്നാൽ അങ്ങനെ ലൈക്ക് ഇപ്പം നമുക്കൊരു പ്രൊജക്ട്സിനെ എങ്ങനെ ആര് ക്യാൻവാസ് ചെയ്യണം, ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പ്രൊജക്ടിന് നമുക്ക് അപ്രൂവ് ആയി വരുവാണെങ്കിൽ അതിനെ എങ്ങനെ ഒരു ടെക്നിക്കൽ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം, എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ അറേഞ്ച് ചെയ്യണം. സോ ഇങ്ങനെ കുറെ അധികം ടാസ്കുകളുണ്ട്. സോ ഇതിൽ ഉള്ളൊരു ടാസ്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രൊജക്ട് മാനേജറിന്റെ ടാസ്ക് പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ റോൾസ് അസൈൻ ചെയ്യണം. സോ അതാണ് ടീം ഫോർമേഷനിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഡെലിഗേഷൻ ഓഫ് വർക്ക് ആൻഡ് അസൈനിങ് ഓഫ് റോൾസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു ടീമായി. പിന്നീട് ഓഫ്കോഴ്സ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കും, ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് വന്നാൽ നിങ്ങളത് നിങ്ങളുടെ ടീമിൽ ഷെയർ ചെയ്യുക. ഈ പ്രോഡക്റ്റിനെ പറ്റി ഒരു നല്ല ബ്രെയിൻ സ്റ്റോമിങ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പം ബാക്കിയുള്ളവരുടെ ഐഡിയാസും കൂടെ ചേർന്ന് ഇതൊരു ബെറ്റർ ഇതിലോട്ട് നിങ്ങളുടെ ഐഡിയ ഷെയർ ചെയ്യാതിരുന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് സക്സസ് ആവോ ഫെയിൽ ആവോ. നിങ്ങളൊരു ഐഡിയ പറഞ്ഞ് അത് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ there is some validity in the product idea. So ഷെയർ ചെയ്യുക, അവരുടെ ഫീഡ്ബാക്സ് എടുക്കുക. Then what you have to do is like find someone. ഇപ്പം എന്റെ കേസിൽ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്, എനിക്ക് ബാക്കി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക, പ്രൊഡക്റ്റിന്റെ ഫൈനൽ ഔട്ടിന്റെ ലൈക്ക് ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ വേണം എന്നൊരു പ്രോപ്പർ ഇതില്ലായിരുന്നു. സോ ഇൻ ദാറ്റ് കേസ് യു ഷുഡ് ലൈക്ക് ടേക്ക് ആൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ. നിങ്ങളുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ്, സോ അവരിലാർക്കെങ്കിലും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് അഡ്വൈസ് എടുക്കണം. ഓക്കെ, സോ എൻ്റെ എഞ്ചിനീയറിംഗ് ലൈഫിൽ ഫസ്റ്റ് ഇയറിൽ ഒരു ഫോം ചെയ്യാൻ ഒരു ഇതുണ്ടായി. അപ്പൊ ഞങ്ങൾ ഫസ്റ്റിലെ ടീം ഉണ്ടാക്കി. ബട്ട് ലൈക്ക് ഞങ്ങൾക്ക് കുറെ അധികം ഗ്യാപ്സ് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ലായിരുന്നു. സോ ഫസ്റ്റ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വിൽ സ്റ്റാർട്ട് എ ഫേം ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞങ്ങൾ ആ ഒരു സമയത്ത് ഒരു ഇന്റേൺഷിപ്പും ചെയ്തുകൊണ്ട് ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കിട്ടിയോണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പ്രശ്നം ലൈക്ക് ഞാനൊക്കെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ 10 ലൈക്ക് പോലും തികച്ച് കിട്ടാത്ത ഒരാളാണ്. അപ്പം അങ്ങനത്തെ എന്റെ കണ്ടന്റ്സിന്റെ ദാരിദ്ര്യം എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് പിന്നീട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ഫീൽഡ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. സോ പിന്നെയും അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം. സോ ഞാൻ ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എനിക്ക് അധികം ടെക്നിക്കലി ഉള്ള അഡ്വൈസ് കിട്ടിയില്ല. ബാക്കി സീനിയേഴ്സിൽ നിന്നും കിട്ടിയെങ്കിലും ലിമിറ്റഡ് ആയിട്ടൊരു ഇതായിരുന്നു. സോ നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിൽ അപ്പം വേറൊരു കമ്പനി ഉണ്ടായിരുന്നു, ലെപ്പേർഡ് ടെക് ലാബ്സ്. സോ ഞാൻ ഇന്റേൺഷിപ്പ് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുപോലെ തന്നെ മിസ്റ്റർ അനൂപ് ആ ഒരു കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ വി ഗോട്ട് സം എക്സ്പീരിയൻസ് ഇൻ ദ ടെക് ഇൻഡസ്ട്രി, എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം, എന്തൊക്കെ തേർഡ് പാർട്ടി APIs നമുക്ക് യൂസ്ഫുൾ ആവുന്ന തേർഡ് പാർട്ടി APIs, ഗൂഗിളിന്റെ എന്തൊക്കെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്, എങ്ങനെ ഒരു സർവീസ് ഹോസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു സർവീസ് ഡെലിവറി ചെയ്യാം എന്ന് കുറെ ഐഡിയാസ് നമുക്ക് അങ്ങനെ അവിടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടി. സോ ഐ വിൽ ബി ഷെയറിംഗ് ഇൻ ദ ഒരു നെക്സ്റ്റ് ഫേസിൽ ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുവാണെങ്കിൽ എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യാം എന്ന ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പം ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കുറെ നാൾ ഞാൻ ലെപ്പേർഡ് ടെക് ലാബ്സിൽ ആൻഡ്രോയിഡ് ഡെവലപ്പ്, ഞാൻ അവിടെ ജോയിൻ ചെയ്തത് ആൻഡ്രോയിഡ് ഡെവലപ്പർ ആയിട്ടായിരുന്നു. അപ്പം ആൻഡ്രോയിഡ്
ഡെവലപ്പർ എന്ന പോസ്റ്റിൽ കുറെ നാൾ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ ആ കമ്പനിയിൽ നിന്ന് സ്വിച്ച് ചെയ്ത് അയ്യറ എന്നൊരു IoT കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെയും ഞാനൊരു 6 months ഇത് ചെയ്തു. അപ്പോഴേക്കും 2 വർഷം പോയി. ഇനി എന്റെ ഡ്രീം റിയലൈസ് ചെയ്യാൻ എനിക്ക് അപ്പോൾ 1 വർഷമേ ഉള്ളായിരുന്നു. സോ ഐ ക്വിറ്റ് ഫ്രം ദ ജോബ്. സോ അപ്പൊ ഞാൻ വീണ്ടും ആ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് ഇതൊന്നുകൂടെ നോക്കിയാലോ, നമുക്കിപ്പം ആക്ച്വലി എക്സ്പീരിയൻസ് ഉണ്ട്, യു ക്യാൻ ഡു സംതിങ് ബെറ്റർ. സോ അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫോം ചെയ്യാൻ തീരുമാനിച്ചു. സോ അപ്പം June 6, 2018 ഞങ്ങൾ ബാഡ് ബ്രെയിൻസ് എന്ന പേരൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഓക്കെ, സ്റ്റാർട്ടപ്പ് ഇത് ചെയ്തപ്പം തുടങ്ങിയിട്ട് കഴിയില്ല. പ്രോജക്ട്സ് ഞങ്ങൾ ഫസ്റ്റ് പ്രൊഡക്ട്സിനെക്കാളും ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത് സർവീസസിലായിരുന്നു. സർവീസ് ഇപ്പം ആരുടെ നിന്ന് പിടിക്കും, എങ്ങനെ പിടിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ നിങ്ങൾ കോളേജിലായിരിക്കുമ്പോൾ തന്നെ കമ്പനി തുടങ്ങുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ഷൻസ് കിട്ടും. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 45 ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നെറ്റ്വർക്ക് ആണ്. ബിക്കോസ് ഒരു കമ്പനിക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് നെറ്റ്വർക്ക് ആണ്. നിങ്ങളുടെ ക്ലാസ്സിൽ 45 ഉണ്ട്, നിങ്ങൾക്ക് പിന്നെ കോളേജിൽ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സ് വഴി റെക്കമെൻഡേഷൻ വരും. സോ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ഉള്ളത്, നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യും. സോ അപ്പം നിങ്ങൾക്ക് കുറെ കൺസിഡറേഷനും കിട്ടും. സ്റ്റുഡൻസ് ആണ് എന്ന രീതിക്ക് കുറച്ചൊരു കൺസിഡറേഷൻ കിട്ടും. പക്ഷെ അതൊരിക്കലും മിസ്യൂസ് ചെയ്ത് കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾക്കും ഹെൽപ്ഫുൾ ആയത് ഞങ്ങളുടെ കുറച്ച് ക്ലാസ്മേറ്റ്സ് റെക്കമെൻഡ് ചെയ്ത പ്രോജക്ട്സ് ആയിരുന്നു. സോ അപ്പം ഞങ്ങളുടെ ഒരു 2 ക്ലാസ്മേറ്റ്സ് 2 പ്രോജക്ട്സിലോട്ട് ഇത് തന്നു. ഫസ്റ്റ് ഞങ്ങൾക്ക് വന്നത് ഒരു ചർച്ചിന്റെ ഒരു ഫ്രണ്ട് വഴി, ആ ഫ്രണ്ടിന്റെ ചർച്ചിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിരുന്നു. സോ അപ്പം അന്ന് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ക്ലയന്റ് മീറ്റിംഗ് പോയി ഒരു പരിചയമില്ലായിരുന്നു. പക്ഷെ എന്തും വരട്ടെ എന്ന രീതിയിൽ പോയി. അപ്പൊ പോകുന്ന രീതി കുറെ ഫോർമൽ ആകണമെന്ന് കരുതി കുറെ വിസിറ്റിംഗ് കാർഡ്സ് പ്രിന്റ് ചെയ്തു, നല്ലൊരു പ്രൊപ്പോസൽ ഉണ്ടാക്കി, പ്രൊപ്പോസൽ കൊടുത്തു. സോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു പാരിഷ് പ്രീസ്റ്റിനെ ഞങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഡ്രീം ഈസ് കമ്മിങ് ട്രൂ. ഒരു പ്രൊജക്റ്റ് കിട്ടി, അതിൽ നിന്ന് കുഴപ്പമില്ലാത്ത ഒരു റവന്യൂ വരും, അങ്ങനെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന്. പക്ഷെ അവിടെയും കിട്ടിയത് ചെറിയൊരു തിരിച്ചടിയായിരുന്നു. ഒരു 1 വീക്കിനുള്ളിൽ ആ ഒരു പാരിഷിലെ പ്രീസ്റ്റ് മാറി. ആ ഒരു പർട്ടിക്കുലർ പാരിഷ് പ്രീസ്റ്റ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ ഒരു പ്രീസ്റ്റ് ആ ഒരു ഇടവകയെന്ന് മാറിപ്പോയി. പുതിയ വന്ന ഒരു പ്രീസ്റ്റിന് ഇങ്ങനെയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരെ സപ്പോർട്ടീവ് അല്ലായിരുന്നു. ഞങ്ങള് പുള്ളിയെ പോയി കണ്ട് കുറെ അധികം കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പം അവിടെ തീർന്നു. ഹിമാലയം വരെ എത്തിയ ആശകളും സ്വപ്നങ്ങളും എല്ലാം തകർന്ന് അറബിക്കടലിൽ പതിച്ചു. സോ അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പാരലായിട്ട് പ്രൊജക്ട്സ് വേണം. യു ഷുഡ് നോട്ട് സ്റ്റിക്ക് വിത്ത് ഓൺലി 1 പ്രൊജക്ട്സ്. പിന്നീട് ഞങ്ങൾ കുറെ അധികം ഞങ്ങളുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലിങ്ക്ഡിൻ എന്നൊരു സൈറ്റ് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ, ഒരു പ്രൊഫഷണൽസിന്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് ലിങ്ക്ഡിൻ. അപ്പം ലിങ്ക്ഡിൻ വഴി ഞങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ലിങ്ക്ഡിൻ വഴി സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ചധികം ആളുകളെ കണക്ട് ചെയ്യാൻ തുടങ്ങി. അവർ കുറച്ച് റെഫറൻസ് വഴി അപ്പം കുറച്ചുകൂടെ പ്രോജക്ട്സ് വരാൻ തുടങ്ങി. പിന്നെ ക്ലാസ്മേറ്റ്സിൽ നിന്നുള്ള പ്രോജക്ട്സ്. സോ വി ഗോട്ട് സം പ്രോജക്ട്സ്. അപ്പൊ കമ്പനി ഓൺ ആയി, വി വർ ഏബിൾ ടു ഗീവ് റെന്റ്. ആക്ച്വലി ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 0 ഇൻവെസ്റ്റ്മെന്റിലാണ്. അതായത് ഞങ്ങൾ ആരും പേഴ്സണലി 10 പൈസ പോലും ഇറക്കിയില്ല. വി ഡിഡ് എ ഫൈനൽ ഇയർ പ്രോജക്ട്. വീട്ടൊക്കെ ഒരു ഫൈനൽ ഇയർ പ്രോജക്ട് ഞങ്ങൾ ചെയ്ത് വി ഗോട്ട് എ 10,000 റവന്യൂ. 10,000 റുപ്പീസ് നമുക്ക് കിട്ടി. ആ ഒരു 10,000 റുപ്പീസിൽ നിന്നാണ് നമ്മൾ ഹോസ്റ്റിംഗ് സർവീസ് എടുത്തത്. ബാക്കി എല്ലാം നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തത് ആ ഒരു റവന്യൂ എന്നാണ്. നമ്മുടെ വീട്ടുകാരുടെ നിന്ന് ഒന്നും ഒരു ക്യാഷ് പോലും എടുക്കാതെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്.
സോ അങ്ങനെ ഒരു 2-3 പ്രോജക്ട്സ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ബട്ട് ലൈക്ക് ഇറ്റ് വർ ഓൾ വെബ് ആയിരുന്നു, സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് ഒക്കെ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ, ലൈക്ക് അറ്റ്ലീസ്റ്റ് കിട്ടുന്നുണ്ട്. എന്നിട്ട് അവർ വഴി റെഫറൽ വരുന്നുണ്ടായിരുന്നു. സോ മാർക്കറ്റിംഗിന് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് വെച്ചത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് റെഫറൽ ആണ്. യു കാൺ ലൈക്ക് നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടർ ആയിട്ട് ഫേസ്ബുക്കിൽ ആഡ്സ് അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ കൊടുത്താൽ നോട്ട് നെസസറിലി നിങ്ങൾക്ക് ലീഡ്സ് വരും എന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. ഏറ്റവും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആളുകളെ പോവുക, ആളുകളെ കൺവിൻസ് ചെയ്താലാണ് നിങ്ങൾക്ക് പ്രൊജക്ട്സ് വരാൻ കൂടുതൽ ചാൻസ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന പ്രൊമോഷൻസ് ഒക്കെ ഒരു എക്സ്റ്റെന്റ് വരെ വളരെയധികം വേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുറേയധികം ക്യാഷ് ബേൺ ഔട്ട് ആവും. സോ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഡയറക്റ്റ് മാർക്കറ്റിംഗിലായിരുന്നു. സോ അങ്ങനെ കുറച്ച് പേരെ കൺവിൻസ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു ക്ലയൻറ്റ്സ് നമ്മൾ പ്രൊജക്ട് ഡെലിവർ ചെയ്തപ്പോൾ അവർ വേറെ ആൾക്കാർക്ക് നമ്മളെ റെഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ റെഫറൽസ് വഴി ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് പ്രോജക്ട്സ് വന്നുകൊണ്ടിരുന്നു. സോ ഈവൻ ഇഫ് ലൈക്ക് അതൊക്കെ ഒരു ചെറിയ സ്റ്റാറ്റിക് സൈസിന്റെ വർക്ക് ആണെങ്കിലും വി വർ ഗെറ്റിംഗ് സം എമൗണ്ട്, ഒരു ഫെയർ ആയിട്ടുള്ള എമൗണ്ട് വന്നു. പിന്നെ തുടങ്ങിയിട്ട് ഒരു 6 months വി ഗോട്ട് എ ഹ്യൂജ് പ്രോജക്ട്. അതും ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് വഴി റെഫറൽ ആയിട്ട് വന്നതാണ്. ആ ഒരു ഹ്യൂജ് പ്രോജക്റ്റ് ആക്ച്വലി ഞങ്ങളുടെ സ്വപ്നങ്ങളെ റോക്കറ്റ് കയറ്റി വിടുകയായിരുന്നു. വളരെ അധികം നല്ലൊരു റവന്യൂ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. സോ അത് ആക്ച്വലി ഒരു റിസ്ക് ആയിരുന്നു. വി ഗോട്ട് ദാറ്റ് പ്രൊജക്ട് ഇൻ അവർ എക്സാം ടൈം. സോ ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ഞങ്ങൾ ഒരു ഇന്റേണൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നത്, നമ്മൾ ഇത് കമ്മിറ്റ് ചെയ്താൽ നമ്മുടെ എക്സാംസ് നമ്മൾ കുളവാകും, നമ്മൾ അതിൽ ഫെയിൽ ആക്കും. ബട്ട് ലൈക്ക് അവിടെ ഞങ്ങൾ കണ്ടൊരു പോസിറ്റീവ്നെസ് വെച്ചാൽ ഇത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ ഗുഡ് എമൗണ്ട് ഓഫ് റവന്യൂ. ഈ ഒരു റവന്യൂവിൽ നിന്ന് നമുക്ക് നമ്മുടെ ടീം എക്സ്പാൻഡ് ചെയ്യാം, നമ്മുടെ തന്നെ ക്ലാസ്മേറ്റ്സിൽ കുറെ പ്ലേസ്മെന്റ് ഓഫർ ചെയ്യാം. സോ അപ്പം അത് എൻഡിൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഒരു ആശയത്തിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആ പ്രോജക്ട്സ് കമ്മിറ്റ് ചെയ്തു. ആക്ച്വലി ദ ക്ലയന്റ് വാസ് ഫ്രം നോർത്ത് ഈസ്റ്റ്. സോ പുള്ളി ഒരു ഔട്ട്സൈഡ് കേരള എന്നുള്ള ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ക്ലയന്റ് ആയിരുന്നു. ഒരു ഫോർമലായിട്ട് മീറ്റിംഗ് ഒക്കെ വന്നത് ആ ഒരു ക്ലയന്റിന് വേണ്ടിയായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് വി ഡിഡ്ന്റ് ഹാവ് എ ഗ്രേറ്റ് പോർട്ട്ഫോളിയോ. ഒരു വലിയ പോർട്ട്ഫോളിയോ നമുക്കില്ലായിരുന്നു. ബട്ട് ലൈക്ക് വി വർ ഏബിൾ ടു കൺവിൻസ് ഹിം ലൈക്ക് വി ക്യാൻ ആക്ച്വലി ഡു. അപ്പം ഒരു ഷോർട്ട് ടൈം ലൈൻ ആണ് ആ ഒരു ക്ലയന്റ് ഞങ്ങൾക്ക് തന്നത്. സോ വി വർക്ക് ഓൾ ഡേ ആൻഡ് നൈറ്റ്. പറ്റുന്ന ഗ്യാപ്പിലെല്ലാം ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് ഞങ്ങൾ ആ ഒരു ടൈം ലൈനിൽ ഈ ഒരു പ്രൊജക്ട്സ് തീർത്ത് ഡെലിവറി ചെയ്തു. സോ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു ഗുഡ് എമൗണ്ട് ഓഫ് റവന്യൂ വന്നു. പിന്നെ ആ ഒരു പ്രൊജക്ട് ചെയ്തപ്പം ഇറ്റ് വാസ് എ പോർട്ട്ഫോളിയോ. ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രൊജക്ട് ആയിരുന്നു അത്. സോ വി സ്റ്റാർട്ടഡ് ലൈക്ക് മാർക്കറ്റിംഗ് വിത്ത് ദാറ്റ് പോർട്ട്ഫോളിയോ. ഈ ഒരു പ്രൊജക്ട് ഞങ്ങൾ ചെയ്തു എന്നൊരു പോർട്ട്ഫോളിയോയിൽ ഞങ്ങൾ ബാക്കി പ്രൊജക്റ്റുകൾ ഞങ്ങൾ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. സോ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിൽ നമ്മൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രോപ്പർ ആയിട്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു കമ്പനി ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ചെയ്തത്, ആ ചെയ്ത ആളോട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫൈലിൽ നിങ്ങളുടെ കമ്പനിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇടാം. ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഓഫറിംഗ് ഗുഡ് സർവീസ് ദേ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. സോ അത് നിങ്ങൾക്കൊരു അവിടെ ഒരു ഡയറക്റ്റ് റെഫറൽ ആണ് വരുന്നത്. സോ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പ്രൊജക്ട് തരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. സോ ഞങ്ങൾ ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയതിന്റെ ബേസിൽ കുറെ അധികം പ്രൊജക്ട്സ് ഞങ്ങൾ ക്യാൻവാസ് ചെയ്തു. സോ ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് ഞങ്ങൾ പാസ് ആണ് ലൈക്ക് വിത്തിൻ 1 year span, 1.5 year spanൽ we were able to get a revenue worth $500,000. ഒരു കുഴപ്പമില്ലാത്ത അച്ചീവ്മെന്റ് ആയിരുന്നു അത്. കാരണം ലൈക്ക് വി സ്റ്റാർട്ടഡ് ആക്ച്വലി ഫ്രം സീറോ ആൻഡ് when we were done with our college studies, we got a revenue of $500,000. ഒരു 5 lakhs റവന്യൂല് ഞങ്ങൾ വന്നു. സോ അതൊരു ആക്ച്വൽ ത്രില്ലായിരുന്നു. ആ ഒരു ഇതിന്ന് വി ആക്ച്വലി കണ്ടിന്യൂ.
പിന്നീട് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, സ്കെയിൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സ്കെയിലിംഗിൽ വി സെറ്റപ്പ് ആൻ ഓഫീസ് ഇൻ കൊച്ചി. കൊച്ചിയിൽ ഇപ്പം ഞങ്ങൾ കൊച്ചിയിൽ ഇപ്പം 1.5 വർഷമായിട്ട് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗെറ്റിംഗ് മോർ ക്ലയൻസ്, റീസണബിൾ റവന്യൂ. സോ ഇതാണ് ഞാൻ കമ്പനി സെറ്റപ്പ് ചെയ്തതിന്റെ ഒരു സ്റ്റോറി. സോ അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് പോയിന്റ്സ് ആയിട്ട് ഇത് സെറ്റ് ചെയ്യും. ഫസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടീമിന്റെ ഇത് ഞാൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് പറഞ്ഞ പോയിന്റ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നെവർ സ്റ്റാർട്ട് വിത്ത് യുവർ ഫാമിലി ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. ഫാമിലി എന്നൊരു, ബിക്കോസ് ലൈക്ക് എന്റെ കേസ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. സോ അപ്പം മൈ ഫാമിലി ഡോണ്ട് നോ വാട്ട് സ്റ്റാർട്ടപ്പ് ഈസ്, എന്താണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് എന്റെ ഫാമിലിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഫാമിലി ആരും ബിസിനസ് ചെയ്യുന്നില്ലായിരുന്നു. സോ ബേസിക്കലി എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയൊരു അഡ്വൈസ്, ഇതൊക്കെ റിസ്ക് ആണ്, യു കാൺ ഡു ദാറ്റ് എന്നൊരു അഡ്വൈസ് ആണ് എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയത്. സോ ഫാമിലിയോട് ഞാൻ അധികം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല. ഈവൻ ഇഫ് ലൈക്ക് ഫണ്ട് ഷോർട്ടേജ് വന്നപ്പോഴും ഫാമിലിയോട് ഞാൻ അധികം ഡിസ്ക്ലോസ് ചെയ്തില്ല. സോ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടണമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് യു ഹാവ് റിയലി പാഷൻ, നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട് കിട്ടും. ഓക്കെ, ഒരു ഫണ്ടിങ് ഇൻസിഡന്റ് റിക്കളക്ട് ചെയ്യാനാണെങ്കിൽ, ഞാനൊരു കസിന്റെ മാരേജ് ഫംഗ്ഷൻ പോയി. അപ്പം ആ മാരേജ് ഫംഗ്ഷനിൽ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ എന്നോട് ചോദിച്ചു, ബേബി നീ പുതിയ കട ഇട്ടല്ലേ, എന്തിന്റെ കടയാണ്, എന്താണ് വിൽക്കുന്നത്? എന്റെ സ്റ്റാർട്ടപ്പിനെ പുള്ളി വെറും ഒരു കടയായിട്ട് ഉപമിച്ചു. പുള്ളി വിചാരിക്കുന്നത് ഞാൻ രാവിലെ പോവുക, ഷട്ടർ തുറക്കുക, വൈകിട്ടാകുമ്പോൾ ഷട്ടർ ഇടുക, ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഷെൽഫിൽ ഇരിക്കുന്ന സോഫ്റ്റ്വെയർസ് എടുത്ത് കൊടുക്കുക, കാശ് മേടിക്കുക. ഈ ഒരു അപ്രോച്ച് ആയിരുന്നു ആക്ച്വലി എന്റെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് ആക്ച്വലി, എനിക്ക് പുള്ളി കുറെ ഓഫേഴ്സ് തന്നു. ഇപ്പൊ നിനക്ക് ആളുകളെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ആലുക്കാസിലോ അല്ലെങ്കിൽ ബാക്കി ടെക്സ്റ്റൈൽ ഷോപ്സിലൊക്കെ നിൽക്കുന്ന ആളുകളെ വേണമെങ്കിൽ ഞാൻ റിക്രൂട്ട് ചെയ്ത് തരാം, കുറഞ്ഞ സാലറിയിൽ തരാം. ഞാൻ ഇവിടെ PHP അല്ലെങ്കിൽ ബാക്കി ലാംഗ്വേജസ് അറിയാവുന്ന ആളുകളെ നോക്കുമ്പോൾ എനിക്ക് അവർ റെഫർ ചെയ്യുന്നത് ടെക്സ്റ്റൈൽസിലും ജ്വല്ലറീസിലും മെഡിക്കൽ ഷോപ്സിലൊക്കെ നിൽക്കുന്ന ആളുകളായിരുന്നു. സോ അത്രയ്ക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായിരുന്നു ആക്ച്വലി ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഹൗ ടു രജിസ്റ്റർ എ കമ്പനി. ഓക്കെ, കമ്പനി രജിസ്ട്രേഷന്റെ ഇത് ഞാൻ പറയാം. ഓക്കെ, കമ്പനി ആക്ച്വലി നമുക്ക് 3 രീതിയിലാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഒരു ഓണർ മാത്രം. ബട്ട് ലൈക്ക് ഐ വോണ്ട് അഡ്വൈസ് ടു ഗോ ഫോർ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒറ്റയ്ക്ക് ഒരു ഇത് നമുക്ക് ആസ് എ സ്റ്റുഡന്റ് ഓണ്ടർപ്രണർ നമുക്ക് നടക്കത്തില്ല. വിതൗട്ട് എക്സ്പീരിയൻസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഫെയിലിയർ. മേക്ക് എ ടീം. സോ ബാക്കി 2 ഓപ്ഷൻസ് ഉള്ളത് ലിമിറ്റഡ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. സോ LLP എന്നത് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ബേസ് ചെയ്തുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും LLPയിൽ വരുന്നത്. യു ക്യാൻ റൈറ്റ് MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഓരോരുത്തർക്കും എത്ര പെർസെന്റേജ് ഷെയർ ആണ്, ഓരോരുത്തർ എന്തൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ള ക്ലോസസ് എന്നതാണ് എന്ന് വെച്ചാൽ നമ്മളൊരു MOU ഉണ്ടാക്കും, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ MOU ബേസ് ചെയ്തായിരിക്കും ആ ഒരു കമ്പനി ആക്ട് ചെയ്യുന്നത്. അധികം ഫോർമൽ ആയിട്ടില്ലാത്ത ഒരു ഫോം ഓഫ് കമ്പനി ആണ് LLP വരുന്നത്. സോ LLPയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്, നിങ്ങൾക്ക് ഗവൺമെന്റ് പ്രൊജക്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്രം എബ്രോഡിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട്സ് ഒക്കെ വരുമ്പം അവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ എന്ന് നോക്കാറുണ്ട്. ആ ഒരു കൺസ്ട്രെയിൻ ആണ് നിങ്ങൾക്ക് LLPയിൽ നിങ്ങൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ബട്ട് ഇൻ LLP യു ഡിഡ്ന്റ് ഹാവ് ടു ആക്ച്വലി നിങ്ങൾക്ക് മിനിറ്റ്സ് എഴുതണ്ട, കുറച്ചുകൂടെ ഒരു കൺസ്ട്രെയിൻസ് ഇല്ലാത്തൊരു കമ്പനി
മോഡലാണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. സോ അതിലപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വന്നെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ണർ ചെയ്തൊരു മിസ്കണ്ടക്ട് വെച്ച് അല്ലെങ്കിൽ പാർട്ണറുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് കമ്പനിക്ക് ഒരു ലയബിലിറ്റി വന്നാൽ, യു ആർ നോട്ട്, അതർ പാർട്ട്നേഴ്സ് ആർന്റ് ആക്ച്വലി ആ ഒരു ലയബിലിറ്റിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. പിന്നെ LLPയുടെ ടാക്സ് റിട്ടേൺസിൽ വരുന്നത് യു ഹാവ് ടു ഗീവ് 30% as ടാക്സ്. ബട്ട് ലൈക്ക് LLP ലൈക്ക് ഒരു കമ്പനി പോലെ ആണെങ്കിലും യു ഡോണ്ട് ഹാവ് അധികം കോംപ്ലക്സിറ്റി നമുക്ക് ഈ ഒരു LLPയിൽ നമുക്ക് കാണത്തില്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നത് ഒരു കമ്പനീസ് ആക്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കമ്പനീസ് ആക്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ ഫോമാണ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ പ്രൈവറ്റ് ലിമിറ്റഡിൽ there should be minimum of 2 directors, but I actually advise to have 3 directors, because like you can have voting. നിങ്ങൾ തമ്മിൽ ബിറ്റ് ഇന്റർണൽ ആയിട്ട് you have any conflicts, you can go for voting. ആ ഒരു വോട്ടിംഗിലെ മെജോറിറ്റി ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. ആ ഒരു രീതിക്ക് ഏറ്റവും ഒരു ബെറ്റർ കമ്പോസിഷൻ ഇസ് എ ടീം ഓഫ് 3. സോ കമ്പനി ഡിസിഷനിൽ മിനിമം ഓഫ് 2 ഡയറക്ടേഴ്സ് ആവശ്യമാണ്. ദെൻ ഇറ്റ്സ് കുറച്ചുകൂടെ ഫോർമൽ ആണ്. LLP കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കുറച്ചുകൂടെ ഫോർമൽ ആണ്. യു ഹാവ് ടു ആക്ച്വലി കണ്ടക്ട് മീറ്റിംഗ്സ് എവറി മന്ത്. എന്നിട്ട് ആ മീറ്റിംഗ്സിന്റെ മിനിറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് എന്നിട്ട് ഓഡിറ്റ് ചെയ്യാൻ ഒരു ഓഡിറ്റർ, കമ്പനി സെക്രട്ടറി, ഈ ഒരു കുറേയധികം റോൾസ് നമുക്ക് ആവശ്യമുണ്ട്. യു ഹാവ് ടു അപ്പോയിന്റ് CA ആൻഡ് കമ്പനി സെക്രട്ടറി. സോ യു വിൽ ഹാവ് ഫയലിംഗ്സ് അറ്റ് എൻഡ് ഓഫ് എവരി ഫിനാൻഷ്യൽ ഇയർ. സോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ യു ഗെറ്റ് മോർ ഗവൺമെന്റ് പ്രോജക്ട്സ്. എബ്രോഡിൽ നിന്ന് പ്രോജക്ട്സ് ഒക്കെ വരുമ്പം ഇറ്റ്സ് ഓക്കെ ഫോർ നിങ്ങൾക്ക് അധികം LLP-യെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് പ്രൈവറ്റ് ലിമിറ്റഡിന് വരിക. ബട്ട് ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡിന് കുറച്ചുകൂടെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് നിങ്ങൾ എല്ലാ മന്ത്ലിയും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, മിനിറ്റ്സ് എഴുതുക, ഫയലിംഗ്. പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ടാക്സ് റിട്ടേൺസ് 25% ഉള്ളൂ, 5% ലെസ് ദാൻ LLP. ഓക്കെ. സോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, are you following any particular architecture or model for the project you have taken, or it's depending on clients? Okay. ഒരു ചെറിയ കമ്പനിക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഒരു അജൈൽ മോഡലാണ്. ബിക്കോസ് ലൈക്ക് യു വിൽ ഹാവ് സം പ്രോജക്ട്സ് ഇൻ പൈപ്പ്ലൈൻ. സോ നിങ്ങൾ അജൈൽ എന്നൊരു മോഡൽ പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും ഒരു കൺവീനിയന്റ് മെത്തേഡ്. യു വിൽ ഗെറ്റ് പ്രോജക്ട്സ്, ആ പ്രോജക്ട്സിനെ ചെറിയ ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അത് അസൈൻ ചെയ്യുക, വീക്ക്ലി ഡെയിലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, ഒരു ടീമിൽ ഡെയിലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. പിന്നീട് വീക്ക്ലി ഒരു ഹയർ അതോറിറ്റി ലൈക്ക് ഒരു CTO ഇൻവോൾവ് ചെയ്ത് ഒരു ഹയർ ലെവൽ ഓഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. സോ അപ്പം ആ ഒരു ലെവൽ ഓഫ് മീറ്റിംഗ്, വീക്ക്ലി മീറ്റിംഗിൽ യു ക്യാൻ ഇൻവോൾവ് ക്ലയൻസ്. നിങ്ങളുടെ ക്ലയൻസിനെ ഇൻവോൾവ് ചെയ്യുക. സോ you will get their feedback. എന്നിട്ട് പ്രൊജക്ട് സ്മൂത്ത് ആയിട്ട് പോകും. സോ അജൈൽ എന്നൊരു പ്രോസസ് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നതും, if you are trying to follow any model, go for അജൈൽ. നിങ്ങൾ മോഡൽ ഇല്ലാതെ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് പ്രാക്ടീസ് എനി പ്രോസസ് മോഡൽ. So I think you are clear with company registration. Company registration ഓരോ ഫോംസും ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റിംഗ് എന്നൊരു ആസ്പെക്ട് നോക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ ഗോ ഫോർ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ നേരിട്ട് പോയി ക്ലയൻസിനെ കൺവിൻസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൺവിൻസ് ചെയ്യുമ്പോൾ അവിടെ ബെറ്റർ ആയിട്ട് they will get a trust, because like ഒരു കമ്പനിയുടെ ഒരു അതോറിറ്റി കൊടുക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്. സോ അത് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു പ്രൊജക്ട്സ് കിട്ടാൻ നല്ലൊരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടുള്ളത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പിന്നീട് റെഫറൽ തരും. ഈ റെഫറൽസ് ആണ് ബിക്കോസ് ലൈക്ക് സോഷ്യൽ മീഡിയസിൽ കൺവേർട്ടഡ് ആകുന്ന ക്ലയൻസ്
വളരെയധികം കുറവാണ്. ആൻഡ് നിങ്ങൾക്ക് കുറെ ക്യാഷും അതിൽ ബേൺ ഔട്ട് ആക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു, നിങ്ങൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഫോർ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് ഇൻവോൾവ് ആകും. ഓക്കെ, then entry and exit to the sector. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. ഓക്കെ, ജസ്റ്റ് ഇഫ് യു ഹാവ് എ ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടറും ഒരു ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് പ്രോജക്ട്സ് ആൻഡ് യു ക്യാൻ ഡു വർക്ക്സ്. സോ എൻട്രി ഈസ് വെരി സ്മൂത്ത്. എൻട്രിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സിറ്റ്. ബിക്കോസ് നിങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമ്പനിയിൽ വെറും ഒരു എംപ്ലോയി അല്ല, യു ആർ എ ബിസിനസ് മാൻ. ഓക്കെ, സോ യു ക്യാൻ നിങ്ങൾക്ക് പാരലലി വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. യു ഡോണ്ട് ഹാവ് ടു സിറ്റ് ആൻഡ് വർക്ക്. നിങ്ങളുടെ കമ്പനിയിൽ ഇരുന്ന് നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യം ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ ഇൻക്രീസ് ആക്കണം. ഓക്കെ, സോ അപ്പം ഇഫ് യു ആർ ലൈക്ക്, ഇഫ് നിങ്ങൾ ഒരു ദിവസം ലീവ് എടുത്തെങ്കിലും നിങ്ങളുടെ കമ്പനിയിലെ ഓപ്പറേഷൻസ് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ക്ലോൺസിനെ, ഇഫ് യു ലൈക്ക്, ഇഫ് ഐ എം മാനേജിങ് ഓപ്പറേഷൻസ്, ഐ ഹാവ് ടു ക്രിയേറ്റ് സംവൺ ഹു ക്യാൻ മാനേജ് ഓപ്പറേഷൻസ് ഇൻ മൈ ആബ്സെൻസ്. ഓക്കെ, അപ്പം നമ്മുടെ തന്നെ ആയിട്ടുള്ള ക്ലോൺസിൽ നമ്മൾ ഉണ്ടാക്കുക. ആ നമ്മുടെ ഒരു ഇനീഷ്യൽ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പ്, എന്താണ് സ്റ്റാർട്ടപ്പിന്റെ വിഷൻ എന്നത് നമ്മുടെ ക്ലോൺസിലോട്ട് പറഞ്ഞു കൊടുക്കുക, അവരെ കൺവേ ചെയ്യുക. നമ്മുടെ വിഷൻ അവരുടെ ഒരു വിഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ ഓപ്പറേഷൻസിന്റെ പോലെ ടെക്നിക്കലി നമുക്ക് ക്ലോൺസ് ഉണ്ടാക്കുക. ടെക്നിക്കലി മൾട്ടിപ്പിൾ ക്ലോൺസ് വേണ്ടതാണ്. കാരണം ലൈക്ക് വേരിയഡ് ടെക്നോളജിയിലാണ് നമുക്ക് കോറീസ് വരിക. സോ അന്നേരം മൾട്ടിപ്പിൾ ടെക്നോളജീസിൽ എക്സലന്റ് ആയിട്ടുള്ള ക്ലോൺസിനെ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബാക്കി എക്സിക്യൂഷൻസിലാണെങ്കിലും ക്ലയന്റ് മാനേജ്മെന്റിലാണെങ്കിലും യു ഹാവ് ടു മേക്ക് യുവർ ക്ലോൺസ്. ഓക്കെ, ദെൻ എക്സിറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു എക്സിറ്റ് പ്ലാൻ കാണാം. ബിക്കോസ് ലൈക്ക് നിങ്ങൾ മരിക്കുന്നത് വരെ ഈ ഒരു ബിസിനസ് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ക്യാൻ മേക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൺസിഡർ ചെയ്യണം. സോ വെനെവർ യു ആർ പ്ലാനിങ് ആൻ എക്സിറ്റ്, നിങ്ങൾക്ക് അത് ഫ്രീലി എക്സിറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഒരു ബേർഡൻ ആയിട്ട് ഒരു കമ്പനി ഒരിക്കലും മാറാൻ പാടില്ല. അങ്ങനെ ബേർഡൻ ആകുവാണെങ്കിൽ അതൊരു പ്രോപ്പർ ബിസിനസ് അല്ല. ഇഫ് യു ഹാവ് എ ക്ലീൻ എക്സിറ്റ്, then you are doing a proper business. So എൻട്രിയെ പോലെ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് എക്സിറ്റ് എന്നൊരു പ്ലാനിങ്. ഓക്കെ, ദെൻ ഞങ്ങൾ എന്തുകൊണ്ട് സർവീസ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു റാദർ ദാൻ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സെയിൽസ് നടക്കില്ല. പ്രൊഡക്റ്റ് ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഒരു നിങ്ങൾ വിചാരിക്കുന്ന, ഇഫ് യു ആർ സെറ്റിംഗ് എ ടൈം ലൈൻ ഫോർ 1 year, it won't necessarily be complete in 1 year. It can take 2 or 3 years to be like ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇത്ര ഒരു ടൈം ലൈൻ വേണം. യു ഹാവ് ടു റിയലി അക്സെപ്റ്റ് ദാറ്റ്. നിങ്ങൾ 1 year ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരും മേടിക്കുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. യു ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ് അഗെയിൻ. നിങ്ങളുടെ ക്ലയൻസ്, നിങ്ങൾക്ക് ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നില്ലെങ്കിൽ ദേ ആർ മിസ്സിങ് സംതിങ്. ബിക്കോസ് ഒരു ബിസിനസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനൊരു നെസസിറ്റി കാണും. നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് സിമിലർ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ലൈക്ക് നിങ്ങൾക്കറിയാം, യാഹു ഗൂഗിള് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യാഹു അവിടെ ഒരു ജൈന്റ് ആയിരുന്നു, സെർച്ച് എഞ്ചിനിലെ ജൈന്റ് ആയിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആകാം എന്നത് നിങ്ങളുടെ ബിസിനസ് മോഡലിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഇന്നോവേറ്റീവ്നെസ് ആയിരിക്കും. പ്രോഡക്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ലൈക്ക് ഇഫ് യു ആർ ലുക്കിംഗ് ഗൂഗിൾ ആൻഡ് Yahoo, both are search engines. It will give you search results. But what differentiate is the business model. നിങ്ങൾ എങ്ങനെ അതിന്റെ ഒരു ബിസിനസ് മോഡൽ മാനേജ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കമ്പനിയുടെ സക്സസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ സക്സസിനെ ബോധർ ചെയ്യുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ അപ്പം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ അത് ലൈക്ക് ഞങ്ങൾക്കപ്പം പ്രോഡക്റ്റ് ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ വി വോണ്ട് ഗെറ്റ് റവന്യൂ. സോ വി കോൺസെൻട്രേറ്റ് ഓൺ സർവീസ് ആൻഡ് പാരലലി വി വർ സെറ്റിംഗ് പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങിയാൽ, ലൈക്ക് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇയർ, നിങ്ങൾ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ രീതിയിൽ കോഡ് ചെയ്യാൻ തുടങ്ങിയാൽ
you will get feedbacks. By the end of 4th year, you will get a proper product. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു 1 year അല്ലെങ്കിൽ 6 months ഒരു പ്രോപ്പർ ആയിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. യു ഹാവ് ടു മേക്ക് എ പ്രോഡക്റ്റ്, ഒരു മിനിമം MVP ഉണ്ടാക്കുക, അപ്രോച്ച് ക്ലയൻസ്, ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം, improvise in your product, then sell to customers. Okay, ഒരു ഇപ്പം ERPs ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഡാറ്റ എൻട്രി അല്ലെങ്കിൽ റിട്രീവൽ മാത്രം പോരാ. If your particular ERP or ERP, okay, Atul, if you have any doubt, can you send in the group chat? Okay, fine. Or ERP അല്ലെങ്കിൽ CRM നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് how it will increase the sales of your client. ഇല്ലാത്ത ഒരു ERP അല്ലെങ്കിൽ CRMs ഒക്കെ വേസ്റ്റ് ആണ്. സോ യു ഹാവ് ടു, നിങ്ങളുടെ സെയിൽ നടക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചത് നിങ്ങൾ എങ്ങനെ ലൈക്ക് കൺവിൻസ് ചെയ്യുന്നു. ഇഫ് യു ക്യാൻ കൺവിൻസ് യുവർ ക്ലയന്റ് ദാറ്റ് ഇഫ് യു ടേക്ക് ദിസ് സോഫ്റ്റ്വെയർ ദിസ് വിൽ ഇൻക്രീസ് യുവർ സെയിൽസ്. സോ അതാണ് പ്രോഡക്റ്റിന്റെ ഒരു ഇത്. സോ ഇൻ അവർ കേസ് ലൈക്ക് വി നീഡ് ടു സർവൈവ്, നമുക്ക് ഒരു സർവൈവൽ പ്ലാൻ വേണമായിരുന്നു. സോ ദാറ്റ്സ് വൈ വി ഗോ ടു സർവീസ്. സോ ഞങ്ങളുടെ പ്രോഡക്റ്റ് പിന്നെ ഇറ്റ്സ് ലൈക്ക് കോഡ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ. അപ്പം അതിൽ ഇത് ചെയ്യാൻ വേണ്ടി കുറെ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യണമായിരുന്നു. സോ വി ആർ ആക്ച്വലി യൂസിങ് അവർ പ്രോഡക്ട്സ് ഇൻ അവർ സർവീസ് ടു വാലിഡേറ്റ്, ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ വയബിലിറ്റി ഞങ്ങൾ ആക്ച്വലി വാലിഡേറ്റ് ചെയ്തായിരുന്നു. സോ അത് ഞങ്ങളുടെ പ്രോഡക്റ്റിനെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് സർവീസും ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വൈ ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ സ്റ്റാർട്ടപ്സ് പ്രോഡക്റ്റ് ബേസ് ചെയ്ത്, എന്റെ ബാച്ചിൽ തന്നെ കുറെ അധികം സ്റ്റാർട്ടപ്സ് ഉണ്ടായിരുന്നു. But like after passing out, അവരെല്ലാം ജോബിന് കയറി ആ ഒരു സ്റ്റാർട്ടപ്പ് ഇല്ലാതായി പോയി. They were actually concentrating on product, but they didn't accept the fact that it will take time for reach to customer and to get customer acceptance. And then പറഞ്ഞ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് തന്നെ 10-40 ക്ലയൻസ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ആക്ച്വലി 0 സെയിൽസ് ആയിരിക്കും ഫസ്റ്റ് ഇയറിലൊക്കെ നടക്കുക. ഗെറ്റ് ഫീഡ്ബാക്ക്, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക, എന്താണ് മിസ്സിംഗ് ആയിട്ട്, വാട്ട് വാസ് ദെയർ എക്സ്പെക്ടേഷൻ ആൻഡ് കമ്പയർ വാട്ട് യു ഗീവ്. നിങ്ങൾ കൊടുത്തതും അവരുടെ എക്സ്പെക്ടേഷനും നിങ്ങൾ കമ്പയർ ചെയ്യുക. ദെൻ യു ഇംപ്രവൈസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക. അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇതിൽ നിങ്ങൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ അവിടെ ഓഫ് കോഴ്സ് ഒരു സെയിൽസ് നടക്കും. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമന്റ് ഇൻ ദ ഗ്രൂപ്പ് ചാറ്റ്. Fine. Actually, it's time to conclude. Okay. ഏറ്റവും പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് പോയിന്റ്സ് കൂടെ പറഞ്ഞ് ഞാൻ ആക്ച്വലി കൺക്ലൂഡ് ചെയ്യാം. ജോൺ സാർ, ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ, ഫൈൻ. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ കാണണം. ആസ് ഐ സെഡ്, ലൈക്ക് മൈ എക്സ്പീരിയൻസ്, ലൈക്ക് ഒരു പ്രോജക്റ്റിന്റെ പുറകെ നിങ്ങൾ പോയി നിങ്ങളെ ടൈം കളയരുത്. യു ഷുഡ് ഓൾവേസ് ഹാവ് ലൈക്ക് പ്രോജക്ട്സ് ഇൻ യുവർ പൈപ്പ് ലൈൻ. ഓക്കെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വെച്ച് പ്രൊജക്ട് ഡിലേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബ്ലോക്ക് യുവർ ഫണ്ട്. നിങ്ങളുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്യും, നിങ്ങൾക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടാകും. സോ ഓൾവേസ് ഹാവ് ബാക്കപ്പ് പ്ലാൻസ്. ദെൻ ഇഫ് യു ആർ ഗെറ്റിംഗ് സം, നിങ്ങളൊരു റവന്യൂവിന്റെ ഒരു ലെവൽ, ഇപ്പം ലൈക്ക് ഇഫ് യു ആർ ക്രോസിംഗ് 1 lakh, എക്സ്പാൻഡ് യുവർ ടീം, സ്കെയിൽ ചെയ്യുക നിങ്ങളുടെ ടീമിനെ. ഒരു സ്കെയിലിംഗ് ആണ് നിങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്യുക. യു ഷുഡ് ഹാവ് 2 plans in order to run a company, a survival plan and a growth plan. The growth plan, survival plan, it's like it will give you revenue at the end of month, might be a fixed revenue at end of every month. Growth plan ആണ് നിങ്ങളുടെ കമ്പനി ഏത് ലെവലിൽ എത്തണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. So have a proper growth plan. Okay, then ഞാൻ ആക്ച്വലി കുറെ അഡ്വൈസ് ആണ്. നിങ്ങൾ ഒരു പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും സ്ക്രാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകരുത്. മെയിൻലി സർവീസിന്റെ കേസിൽ നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് ഇത് ചെയ്യാൻ പോകരുത്. ഇഫ് യു ആർ ഡൂയിങ് എ വെബ്സൈറ്റ്, ഫൈൻഡ് സം ഗുഡ് ടെംപ്ലേറ്റ്. ക്ലയന്റിനെ ആ ഒരു ടെംപ്ലേറ്റ് കാണിക്കുക, ഈ ഒരു മോഡലാണ് വരിക. ഗെറ്റ് അഡ്വാൻസ് ഫ്രം ഹിം. Always take advance when you start a project. Around 40% advance നിങ്ങൾ ഒരു പ്രൊജക്ട് എടുക്കുമ്പോൾ മേടിക്കുക. ആ ഒരു അഡ്വാൻസ് എമൗണ്ട് കൊണ്ട് you buy the template, you add contents and you do some customization, sell to client.
അപ്പം കുറെ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഒരു ബോധറിങ് കുറവായിരിക്കും. മെയിൻലി റെസ്പോൺസീവ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ you will get like you don't have to worry on that. It will be delivered as a good product. And if you're going for some CRM or ERP, you can find some നിങ്ങൾക്ക് ഓഡോ പോലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ ആക്ച്വലി എംബഡ് ആയിട്ട് കുറെ മോഡ്യൂൾസ് ഉണ്ട്. നിങ്ങൾ അത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ക്ലയൻസിന് ഡെലിവറി ചെയ്താൽ മതി. നെവർ ഗോ ഫോർ സ്ക്രാച്ച് കോഡിംഗ്. എൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. when I was getting I got an inquiry for an ERP. I started coding from very scratch. Java ബേസ് ചെയ്ത് ഞാൻ ഏറ്റവും ചെറിയ മോഡ്യൂൾസ് തൊട്ട് എഴുതാൻ പോയി. ഏറ്റവും ഒരു ബ്ലണ്ടർ ആയിരുന്നു അത് കാണിക്കുന്നത്. നെവർ ഗോ ഫ്രം സ്ക്രാച്ച്. ലൈക്ക് അത്രയും ലൈക്ക് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സ്ക്രാച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. എൽസ് ലൈക്ക് ടേക്ക് സം കോഡ് സ്നിപ്പെറ്റ്സ്, ഇംപ്രൂവ് ലൈക്ക് അതിനകത്ത് ലോജിക് അപ്ലൈ ചെയ്യാം. ദെൻ യു ക്യാൻ ഡെലിവർ ഇൻ പ്രോപ്പർ ടൈം ആൻഡ് എ ബെറ്റർ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് ലൈക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകും. ഇറ്റ്സ് നോട്ട് എ സ്മൂത്ത് തിങ്. ഓക്കെ, അതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ട ഫാക്ട് ആണ്. You will get stressed. You might feel to exit, like drop ചെയ്യാൻ ഒരു ഫീലിംഗ് ആണ്. Okay, but like never take a decision like നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ worried ആയിരിക്കുമ്പോൾ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കരുത്. Take time for yourself. Take break from everything. Go for some ride or hang out with your girlfriend. Do something or talk to someone who like or make connections. ഈ കുറെ സ്റ്റെപ്സ് like you can manage your stress അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് വിഷമങ്ങളാണെങ്കിലും you can manage that. So do that properly. Okay, and never take a decision when you're stressed. Okay. It will definitely ruin everything. Okay, so that other acceptable fact ആണ് you get stressed. Okay, so അതിന് ഇതിനായിട്ടുള്ള ഇത് ചെയ്യുക. ഒന്നെങ്കിൽ ഗേൾഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്യാം. ചിലർക്ക് അതൊക്കെ വളരെ ആശ്വാസമായിരിക്കും. പക്ഷെ ഗേൾഫ്രണ്ടിനെ ഒരിക്കലും കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, മേക്ക് ഇറ്റ് എ ഫോർമൽ തിങ്. ഒരു സ്റ്റുഡൻസ് ഗെയിം ആകെ. when you start a company you are no more a student, you are a businessman. So take in that sense. Cool. Then okay, ചിലർക്ക് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, ഞാനിത് തുടങ്ങി എൻ്റെ കമ്പനി ഫെയിലിയർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫെയിലിയർ ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം. Like it's okay to fail. A simple answer is it's okay to fail. You will get experience. But if you didn't give a try, നിങ്ങൾക്ക് ഒരു entrepreneurship ഒരു പാഷൻ ഉണ്ടായിട്ട് നിങ്ങൾ ഒരു ട്രൈ ചെയ്തില്ലെങ്കിൽ it will be a paid loss for you. നിങ്ങളെ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. If you have a passion for entrepreneurship, give a try. If you are like എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ഫെയിൽ ആകുവാണെങ്കിൽ it's okay. നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് നെവർ എ വേസ്റ്റ് ഓഫ് ടൈം. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. കാരണം ഒരു സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് യു ഗെറ്റ് ഇൻ മോർ ടെക്നോളജി, മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് സോ ഓൺ. കുറെ അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഓഫ് കോഴ്സ് ദെൻ ഫോർ IT സ്റ്റുഡൻസ് ലൈക്ക് നിങ്ങൾ IT ജോയിൻ ചെയ്യാനാണെങ്കിൽ വി ഹാവ് എ കമ്പനി ഇൻ അവർ കോളേജ്. സോ നിങ്ങൾക്ക് അതിൽ ഇന്റേൺഷിപ്പും പാർട്ട് ടൈം വർക്കിങ്ങിനും പോസിബിലിറ്റി ഉള്ളതാണ്. യു ക്യാൻ അപ്രോച്ച് ഓർ യു ക്യാൻ ലൈക്ക് അപ്രോച്ച് ദ HOD. സോ അങ്ങനെ നിങ്ങൾക്ക് പാർട്ട് ടൈം അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനൊരു പോസിബിലിറ്റി നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ജംസ, ഹലോ. ഹലോ സർ, Q&A ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. Questions നോക്കട്ടെ. So we'll take some questions if there are some questions. So there's a question like, are you following a particular architecture or model? I think you have answered it, right? Yes, sir. Process model, of course, Agile and the process model ആണ് better ആയിട്ടുള്ളത്. So if the participants are having any doubts or queries, you can post it. We will be there for 5 more minutes. Process model actually നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ടൂൾസ് ആണ്. ജീറയുടെ ടൂൾസ്. You can go for നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ജീറ എന്നൊരു ടൂൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ജീറ വെച്ച് നിങ്ങളുടെ പ്രൊജക്ട് മാനേജ്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ജീറ is actually paid. If you can't afford, go for Trello. Trello. Trelloയും ഒരു നല്ല പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾ ആണ്, which is actually free.
So you can make use of those softwares, and you can make use of Slack or Flock for team management. നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റുകൾ അല്ലെങ്കിൽ പ്രൊജക്ട് ബേസ് ചെയ്തുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഫ്ലോക്ക് അല്ലെങ്കിൽ സ്ലാക്ക് ചാനൽസ് യൂസ് ചെയ്യാം. So, any questions? Participants, we are waiting for some queries from your side. If you have any doubts, you may actually post sir, your queries. Can I actually ഞാൻ കുറെ ടെക്നോളജീസിനെ പറ്റി ഒരു മെൻഷൻ ചെയ്തിട്ട് സോ Yeah, it may take 2-3 minutes. ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ടെക്നോളജിയിൽ എന്ത് ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ, സോ മൈ സജഷൻ ഇസ് ലൈക്ക് വെബിന്റെ ഫ്രണ്ട് എൻഡ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആംഗുലർ, റിയാക്ട് ഓർ വ്യൂ ജെഎസ്. ജാവാസ്ക്രിപ്റ്റിന്റെ ഏതെങ്കിലും ഫ്രെയിംവർക്സ് യൂസ് ചെയ്ത് യു ക്യാൻ ഡു ഫ്രണ്ട് എൻഡ്. ആൻഡ് ഇൻ ബാക്ക് എൻഡ് യു ക്യാൻ ഗോ ഫോർ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് നേറ്റീവ് ചെയ്യാം, iOS ആണെങ്കിൽ സ്വിഫ്റ്റ് ചെയ്യാം. So in case if you want to build hybrid apps which actually or single code base which both Android and iOS ആണെങ്കിൽ you have Flutter as an option and React Native. I actually recommend Flutter than React Native or any other hybrid technologies, but don't try any other like some other hybrid technologies like PhoneCap or something other. These have better performance. നിങ്ങളുടെ ബാക്കി ടെക്നോളജീസ് ഒക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യും. സോ either go for Flutter or React Native. Flutter is ഏറ്റവും റീസെന്റ് ആയിട്ട് ഉള്ള ഒരു ബെറ്റർ പെർഫോമിംഗ് ടൂൾ ആണ് Flutter, which was released by Google. And Flutter actually ഇപ്പം വെബ് ഓഫർ ചെയ്യുന്നുണ്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ വിത്ത് സിംഗിൾ കോഡ്. യു ക്യാൻ build mobile app, web application, and desktop application. So in the backend, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ടെക്നോളജീസ്, Node.js, again a JS framework, then Django, Python based framework. Django or Flask is good. Then recent ആയിട്ട് വന്നത് ആക്ച്വലി ഇപ്പം Go ആണ്, Go എന്നൊരു ലാംഗ്വേജ്. ബട്ട് Go ആക്ച്വലി ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്യാൻ റിയലി വെയിറ്റ് ഫോർ 6 months. ബിക്കോസ് ലൈക്ക് കുറച്ച് ന്യൂ ആയതുകൊണ്ട് കുറച്ചുകൂടെ സിസ്റ്റംസ് ആൻഡ് ഫ്രെയിംവർക്സ് ബിൽഡ് ആയിട്ട് വരാൻ കുറച്ച് താമസം എടുക്കും. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം എന്നാണ് ഗോയിൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. Then another option is Dart. Dart in the frameworks backend available. So if you are learning Dart as a language, Dart or JS as a skill, you can actually work in every aspect. Front end, mobile, web front end, mobile application, and server programming. And if you are planning to go for a cloud hosting, go for Amazon Web Service, AWS. There you will get 1 year free trial for some services. So you can actually host your application, your hobbies. If you're building some application, you want to host somewhere to build a profile. So for AWS, you just need to add a card. There won't be a billing if you don't exceed beyond the free plan. There won't be a billing, so you can actually go for AWS, Amazon Web Services. And as I said, for ERPs, go for Odoo or SAP. SAP is a bit complicated. Odoo is more advantage, and you can do it, integrate that very easy. So, any questions like regarding how to make a team, company registration, tech, marketing, or internship with Force Labs? Okay, there is a question from Prajit. What is the minimum capital amount that is needed to start a company? Okay. I think the whole session we were first talking about that. Okay, answer. Okay, fine. So you can actually start. I think the minimum capital amount for a company is like around from 50,000. You can make a initial investment. 50 or like it's a small amount. Just think I'm actually not sure, but like I think it's start from 10,000 or something. Actually, in our case, our capital was 1 lakh initially. So
But the problem is that like if you're raising any X amount as a capital, you should have that amount in your company account. If you're starting like if you're showing 1 lakh as your capital, that have to be in your company account. That amount have to be in your company account, contributed by your shareholders. So I think it can start investment from 10,000 onwards. Actually, Okay, baby. Prajit, you don't have to worry on like this capital. You do some projects or find your projects, you can somehow arrange the capital. Yes, sir. Yeah, we can actually conclude because we are having another webinar in pipeline. So Okay. even though there are a lot of things to be conveyed, but we don't have the time. Okay. So that's it. Okay. Thank you, Bibi, for sharing your valuable experience. It's actually very rare to have people like you leading a reasonably well startup which is going reasonably well. I think for those who have attended, this has become a very fruitful session. I now invite our HOD, Professor Shiju George, to conclude the session. And thank you, sir. A lot of thanks. It's kind of great privilege that our alumni sharing his experience right from the first year till the end, and now where they are. And being there, it's something really great, because of the reason that when you join an engineering itself means that you are designing something, you're making something for the society. And when you are doing under someone after 4 years, it is not something like you are fulfilling your dream. Rather, you are fulfilling the dreams of other companies. I take this as a very good kind of lesson for each participants here, to understand that how the set of students like Bibi, Adil Shah, Anup, these groups have developed themselves to bring out the quality of technology into the market, fulfilling their dreams. And that is quite amazing. And I'm really thankful for Bibi to be here, sharing each and every minute things from the beginning to the end, even sharing the most important technologies and tools that you could use for your projects or for your company. That's something really great. And this is a kind of seed for all the participants to think about starting up their own company, thinking about standing on their own feet to fulfill their own dreams. So on the behalf of, let me conclude on the behalf of the entire Department of IT and the faculty members, the college. I would like to thank Bibi and his group, the PAS Labs, for being here, sharing their experience, and making us know about so many things, which will definitely be fruitful for our students as well as for the participants. Thank you very much, Bibi. And at the same time, I would like to thank Professor Jones Anthony, his assistant professor in the Department of IT, being connecting to this set of alumni, because he was a class teacher. His constant support and mentoring really has done a kind of help for these students to develop well. So I especially congratulate Professor Jones Anthony, Department of IT. At the outset, at the last, I would like to thank each participant over here, patiently listening and putting up your queries to Bibi, getting answers. I request Bibi to please put your email ID or some LinkedIn profile details in the chat box so that everyone can connect to you. And if they have further queries, they can connect to you. Okay, so thank you each one of you. We'll have another session, so please stay tuned. Don't go anywhere. We'll start that other session within 5 minutes. Thank you so much, Bibi, being with us. Sir. Thank you very much, and for the support you have given me, even in my college days and even now. Thank you, Jomsa. Yeah, that's giving an opportunity. That's thank you for the audience. Wish you good luck. So I'm putting my contact number and my email in the chat box.
It's actually my WhatsApp number. You can pick me in this number for any support, or if you have any queries for internship with FOSLab, you can actually go for that. And we are conducting a program called Talent Hunt every year, might be 6 months from our side for actually finding talents. You can apply for that. And please do ping me on this mail if you have any queries, and like if you have any further doubts regarding any portion I have taken during the session. Thank you, sir. Thank you for inviting.